ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ ഗ്രോത്ത് ടോണറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റും അതേപോലെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരിക, ഡ്രൈ ആയിട്ടിരിക്കണൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റി മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനും മുടിയുടെ വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ടോണറാണ് കേട്ടത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ടോണർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ചധികം ഇതുപോലത്തെ പേരയിലയാണ് കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്തതായിട്ടുള്ള പേരയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പേരയില നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ മുടികൾ കിളിർത്ത് വരാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സാധനമാണ്. ഇനി നമുക്ക് വേണ്ടത് ഭൃംഗരാജാണ്. അപ്പോൾ ഭൃംഗരാജ് ഇതുപോലെ ഞാനൊരു 5-8 തണ്ടുകളാണ് എടുത്തിട്ടുള്ളത്. ഭൃംഗരാജായാലും നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ്. ഇപ്പോൾ ചെമ്പരത്തിപ്പൂ ഏത് ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നാടനും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഉണ്ടയായിട്ടുള്ള ചെമ്പരത്തിപ്പൂവും കിട്ടിയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ ആണെന്ന് അത് നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പേരയിലയും ഭൃംഗരാജും അതുപോലെ തന്നെ ചെമ്പരത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ്മേരി ലീവ്സാണ്. അത് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ കളവ് നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ റോസ്മേരിയുടെ ഉപയോഗങ്ങളായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതേപോലെ തന്നെ പുതിയ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം തിള വരുന്ന സമയമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ഇത് തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ആ ഗുണങ്ങളും പേരയിലയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ഇതേപോലെ ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിയിരിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നന്നായിട്ട് ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. നല്ല റെഡ് കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വെക്കാം. എന്നിട്ട് നമുക്കൊരു തുണി വിരിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. തുണി ഇതേപോലെ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം എന്തെങ്കിലും പൊടികളോ തരികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 2 ലെയറിൽ തുണി വിരിച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അരിപ്പയിലായാലും എന്തായാലും ഇതിൽ നമുക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് തരികളുണ്ടാവും. അപ്പോൾ തുണി ഉപയോഗിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മുടെ ടോണർ ഇതേപോലെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളറും അതേപോലെ തന്നെ കുറേ അധികം ഗുണങ്ങളുള്ള ഒരു ടോണറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. അതാണ് റോസ് വാട്ടർ. അപ്പോൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ടോണറിന് പ്രത്യേക തരം ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഓൾറെഡി നമ്മൾ റോസ്മേരി ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ ഈ ഒരു റോസ് വാട്ടറും കൂടി ചേരുമ്പോൾ നല്ല ഒരു സ്മെല്ല് ഈ ഒരു ടോണറിന് കിട്ടും. അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ടോണർ ഉപയോഗിച്ച് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ മുടിക്കായാലും നല്ലൊരു സ്മെല്ല് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഈ ഒരു ടേബിൾ സ്പൂണിന് 2.5 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഞാനിതേ പഴയ ഒരു ടോണറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ടോണർ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് മൂടി വെക്കണം. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ മാത്രം മതി നമ്മുടെ മുടിയിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ.
ഇനി ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഓൾറെഡി ഹെയറൊക്കെ വാഷ് ചെയ്ത ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുടിയുടെ 3/4 ഭാഗത്തോളം ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുടി വല്ലാതെ അങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ചെറിയ നനവുള്ള സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഒരു ടോണർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പ് ഇതേപോലൊരു സെക്ഷൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ പാക്കൊക്കെ തേക്കുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ എത്തുന്ന പാകത്തിൽ വേണം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ദിവസം ഉപയോഗിക്കാം. 2 നേരം പറ്റുന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നേരമായാലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ടോണറാണത്. നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റാനായിട്ട്, മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടോണർ കൂടിയാണിത്. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് 2 ആഴ്ച വരെ വെക്കാം. അതുപോലെ തന്നെ കാലത്തോ വൈകിട്ടോ നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം, അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നൈറ്റ് ഹെയർ കെയർ റൂട്ടീനിലും ഉൾപ്പെടുത്താവുന്നതാണ്. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ടോണർ ഇതേപോലെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ, സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പ് ഒന്ന് 2 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഒരു ടോണറിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് പിടിക്കും. പാക്കൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഹെയർ ഗ്രോത്ത് ടോണർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. 1 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണർ കൂടിയാണ് കേട്ടത്. മുടിയൊക്കെ നന്നായിട്ട് ഇനി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ മുടി നമുക്ക് ഏത് രീതിയിലാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് കെട്ടിവെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.